നിങ്ങൾക്കറിയാമോ, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് എത്ര ആളുകൾ രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന്? വരൂ, നമുക്ക് കണ്ടുപിടിക്കാം അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ റിയൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന്. ആദ്യം വരുന്നത് ഇന്റേണൽ യൂസേഴ്സ്. കമ്പനിയുടെ ഉടമ അക്കൗണ്ട്സ് റിപ്പോർട്ട് നോക്കി. ഈ മാസം ലാഭം കിട്ടിയോ? കാരണം ഉടമയ്ക്കറിയേണ്ടത് കമ്പനി വളരുന്നുണ്ടോ ഇല്ലെങ്കിൽ നഷ്ടത്തിലാണോ എന്നത്. മാനേജർ റിപ്പോർട്ട് പരിശോധിച്ചു. ചെലവുകൾ കുറയ്ക്കാൻ പറ്റുമോ? കാരണം മാനേജർമാർക്ക് ബിസിനസ് കൺട്രോൾ ചെയ്യണം. ഇൻവെസ്റ്റർ അക്കൗണ്ട്സ് നോക്കി ചിന്തിച്ചു. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാണോ? കാരണം അവർക്ക് വേണം പ്രോഫിറ്റ്, ഗ്രോത്ത്, സെക്യൂരിറ്റി. ജീവനക്കാർ അവരുടെ സാലറി സ്ലിപ്സ് പരിശോധിച്ചു. ശമ്പളം ശരിയായി വന്നോ? കാരണം ജീവനക്കാർക്ക് അക്കൗണ്ടിംഗ് വളരെ പ്രധാനമാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കമ്പനിക്ക് പുറത്തും യൂസേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ്. ബാങ്ക് മാനേജർ അക്കൗണ്ട്സ് പരിശോധിച്ചു. ഈ കമ്പനിക്ക് ലോൺ അപ്രൂവ് ചെയ്യാമോ? സർക്കാരും ടാക്സ് അതോറിറ്റീസും ചോദിക്കുന്നു. കമ്പനി ശരിയായ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നു. ഈ കമ്പനിയിൽ നിന്ന് വാങ്ങാൻ വിശ്വസിക്കാമോ? സപ്ലയേഴ്സ് ആലോചിക്കുന്നു. ഈ കമ്പനി സമയത്ത് പണം തരുമോ? അപ്പോഴാണ് നമുക്കൊരു വലിയ കാര്യം മനസ്സിലാകുന്നത്. ഒരു അക്കൗണ്ടിംഗ് റിപ്പോർട്ട് പല ആളുകളും ഉപയോഗിക്കുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾക്കായി. ഇവരെയെല്ലാം വിളിക്കുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ഓണേഴ്സ്, മാനേജേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, ഗവൺമെന്റ്, എംപ്ലോയീസ്. അക്കൗണ്ടിംഗ് എല്ലാവർക്കും പ്രധാനമാണ്. കാരണം അക്കൗണ്ടിംഗ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്.